പക്ഷെ ആ മുഖത്ത് കണ്ട വിനയഭാവമുണ്ട്, വിധേയത്വ ഭാവമുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ മുഖത്ത് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ആ മുഖത്ത് വരുന്നൊരു പുച്ഛഭാവമുണ്ട്. നിയമസഭയിൽ ഈ വിജയ് എഴിഞ്ഞം പ്രശ്നത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന് മുഖത്ത് വരുന്നൊരു ഭാവമുണ്ട്. ഇവനൊക്കെ എന്തോ ആയിക്കോ, എനിക്ക് ഒന്നുമില്ല എന്നൊരു ഭാവം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത വായിച്ചു. KK ശൈലജ എന്ന കേരളത്തിലെ മുൻ ആരോഗ്യമന്ത്രിക്ക് മാക്സസെ അവാർഡ് നൽകാൻ ഫിലിപ്പൈൻ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന, അത് എടുത്തു പറയേണ്ട ഒരു കേരളം ഭരിക്കുന്ന ഭരണത്തിന് പല മാനങ്ങളുണ്ട്. ചവിട്ടിത്തേച്ച് ഭരിക്കുന്ന ഒരു മാനമുണ്ട്. ആ മാനത്തോടെ കേരളം ഭരിക്കുന്ന ഇന്നത്തെ സർക്കാരിൻ്റെ നിയന്ത്രിക്കുന്ന പാർട്ടിയിൽ ഒരു തീരുമാനമെടുത്തു. മാക്സസെ എന്ന വ്യക്തി പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ നിഷ്കാസനം ചെയ്യാനായി പ്രയത്നിച്ച ആളാണ്. അതുകൊണ്ട് ഈ അവാർഡ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ജനതയെ നിഷ്കാസനം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് നിൽക്കുമ്പോൾ അതേ ഗവൺമെന്റ് ഇതേ ഒരു തീരുമാനം, അത് അന്ന് ഗറില്ല പോരാളികൾ ഫിലിപ്പൈൻസ് എന്ന ആ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ആ ഒരു ഗറില്ല പോരാളിയിൽ നിന്ന് ആ നാടിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത നടപടിയുടെ ആ ഒരു കുറ്റം പറഞ്ഞിട്ടാണ്, ആ നാടിനെ അന്ന് സംരക്ഷിക്കാൻ എടുത്ത നടപടിയുടെ കുറ്റം പറഞ്ഞ് ഏതാനും ചില ഭീകരന്മാരെ അമർച്ച ചെയ്യാൻ അദ്ദേഹം എടുത്ത നടപടിയുടെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ ഒരു അവാർഡ് നിഷേധിക്കുന്ന ആ ഒരു ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പാണ് ഇന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ KSRTCയുടെ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ ജനനായകൻ എന്നൊക്കെ പറയാറുണ്ട് ഒരാളെ. അദ്ദേഹം വരുമ്പോൾ ഈ ഭൂമി വിറയ്ക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ജനനായകൻ മുമ്പ് പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പിംഗ് ഇടയ്ക്ക് കാണാനിടയായി. അദ്ദേഹം മുൻ സർക്കാരുകളെ വിമർശിച്ചിട്ട് പറഞ്ഞ ഒരു വാചകം ഇതാണ്: നയമാണ് പ്രശ്നം, നയമാണ് പ്രശ്നം. എന്നിട്ട് ഇടതുപക്ഷത്തിന്റെ നയങ്ങളെക്കുറിച്ച് ഊന്നി പറഞ്ഞു. അത് തൊഴിലാളിക്ക് ഒപ്പമുള്ളതാണ്, അത് പാവപ്പെട്ടവനൊപ്പമുള്ളതാണ്, അത് അതിജീവന സമരം നടത്തുന്നതിനൊപ്പമുള്ളവനാണ്, അത് ഒരിക്കലും സാധാരണക്കാരന്റെ അവകാശം നിഷേധിച്ചുകൊണ്ടുള്ള ഒന്നല്ല എന്നൊക്കെ. പക്ഷേ ഇന്ന് ഇതാ ഒരു ജനതയെ മുഴുവനും കടലുമുക്കി കൊല്ലാനുള്ള തീരുമാനം എടുത്തതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാരണം, നയം മാറിയിരിക്കുന്നു, കാഴ്ചപ്പാട് മാറിയിരിക്കുന്നു എന്നാണ്. ഈ നയം മാറ്റം സാധാരണക്കാരന് വേണ്ടി ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ കൈയടിക്കാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിഴിഞ്ഞം എന്നത് നെയ്യാറ്റിൻകരയുടെ അടുത്തുള്ള പ്രദേശം മാത്രമല്ല, ഞങ്ങളെയൊക്കെ അന്നമൂട്ടുന്ന ഒരു ഭൂമി കൂടെയാണ്. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം രുചികരമായി കഴിക്കാനായി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എത്തിച്ചു തരുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ കടലിൽ താഴുമ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും അത് നോക്കി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നതൊരു സത്യമാണ്. ഞങ്ങളുടെ രുചികരമായ ഭക്ഷണത്തിന് നിങ്ങളുടെ കരങ്ങളും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ ഓരോ ചങ്കിലെ ചോരയും ഞങ്ങൾക്ക് രുചികരമായ ഭക്ഷണമായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ അതിജീവന സമരം വിജയത്തിലെത്തിക്കുമെന്ന് നമുക്ക് ഒരുമിച്ച് ഉറക്കെ വിളിച്ച് തന്നെ ഈ തീരുമാനം മാറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കുന്നവരെ നമുക്ക് ഒരുമിച്ച് പോരാടേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് രൂപയും കേരള സർക്കാരിന്റെ അടുത്ത് ഒരു ഉളുപ്പമില്ലാതെ ചെലവഴിക്കുമ്പോൾ, ഏത് കൊലപാതകങ്ങൾക്ക് വേണ്ടി ഉളുപ്പമില്ലാതെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ ഇവിടെ ആയിരക്കണക്കിന് മനുഷ്യർ, 10,000-കണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ യാതൊരു ഉളുപ്പമില്ലാതെ നിസ്സംഗമായിരുന്നു കൊണ്ട് ബാഹ്യശക്തി, അവിടെ ഉള്ളവർക്ക് പ്രശ്നമില്ല, ഇങ്ങനെ കുറെ ആർക്കും ദഹിക്കാത്ത കുറെ വാക്കുകൾ മാത്രം ഉരുവിട്ടുകൊണ്ട് എത്ര കാലം ഇനി നമ്മളെ പറ്റിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഓണക്കാലം വന്നപ്പോൾ 3,000 കോടിയാണ് ബോണസ് കൊടുക്കാൻ വേണ്ടിയും ഈ ഓണക്കാലത്തെ ആർഭാടത്തിന് വേണ്ടിയും കടമെടുത്തിട്ടുള്ളത്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി സർക്കാർ മുടക്കുന്ന തുക 2 ഓണത്തിന് ചെലവാക്കുന്ന കാശ് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ 2 തിരുവോണം ആഘോഷിക്കാൻ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം സർക്കാരിന് തന്നെ സ്വന്തം പോക്കറ്റിൽ സ്വരുക്കൂട്ടാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിന് നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. ഈ തുറമുഖം നിർത്തിവെച്ചാലെന്ന ആ വാദമൊക്കെ പോക്കറ്റിൽ വെച്ചേക്കാൻ നമുക്ക് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ മുടിക്കുന്ന ഒന്നാണെന്ന് വളരെ നിശബ്ദമായി ഈ പറഞ്ഞ അടി കൂടെ പാരയൊക്കെ നമ്മൾ പറയാറുണ്ട്. ചുവട്ടിലെ മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന ചുവട് തുടങ്ങുന്ന ഈ ഒരു സർക്കാരിന്റെ ഒരു കാര്യവും സുതാര്യമല്ല. പ്രത്യേകിച്ച് വിഴിഞ്ഞം പോർട്ട് സംബന്ധിച്ച് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ലാൻഡ് റവന്യൂ വർക്ക് ചെയ്യുന്ന
ഒരു ഉദ്യോഗസ്ഥനെ സംസാരിച്ചോ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി പാറ കിട്ടാതിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പാറ കിട്ടാത്ത അവസ്ഥയിൽ പറഞ്ഞു അദാനി ഗുജറാത്തിൽ നിന്ന് അയാളെ നാട്ടിൽ നിന്ന് അയാളെ കുടുംബം പൊളിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നമ്മളെ കേട്ടാണ് കപ്പലിൽ കൊണ്ടുവരുമെന്ന്. അവിടെ നിന്ന് ഒന്നും കിട്ടാനില്ല. അതിനുശേഷം അയാൾ ആർക്കൊക്കെ കൊടുത്തു എന്നറിയില്ല. പക്ഷേ ലാൻഡ് റെവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എങ്ങനെയാണ്, കേരളത്തിൽ നമ്മുടെ പശ്ചിമഘട്ടം ഇടിച്ചു നിരത്താൻ വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥന്മാര് 1 മാസത്തിനകത്ത് സാധാരണ ഒരു മനുഷ്യൻ, നമ്മളൊക്കെ ഈ മലയോര പ്രദേശത്ത് ഞങ്ങൾക്ക് കൊണ്ട് ജീവിക്കുമ്പോൾ ഒരിടം നിരത്തി വേണം ചിലപ്പോൾ വീട് നിർമ്മിക്കാനായിട്ട്. ഒരു കുട്ട മണ്ണ് പോലും കോമ്പൗണ്ടിന് പുറത്തു പോവുകയാണെങ്കിൽ പോലീസ് കേസെടുക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ ഇടിച്ച് ഒരു ഭൂമി നമുക്ക് മണ്ണ് വിൽക്കാൻ സാധിക്കില്ല, മണ്ണെടുത്തിടാൻ സാധിക്കില്ല. രാത്രിയുടെ മറവിലൊക്കെയാണ് ഇപ്പോൾ പലയിടത്തുമൊക്കെ മണ്ണിടിച്ചിടുന്നത്. പക്ഷെ NH-ന് ഏത് നിയമം ബാധകമല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന അനുമതി കിട്ടാനുള്ള നൂലാമാലകളൊക്കെ മാറ്റിവെച്ചിട്ട് ഏതാനും ആഴ്ചകൾ കൊണ്ട് കുന്നുകൾ ഇടിച്ചു നിരത്താനുള്ള അനുവാദം ഈ അദാനിക്ക് കൊടുക്കാനായി ഉദ്യോഗസ്ഥന്മാരുടെ കൽപ്പിച്ച ഒരു സർക്കാരാണിത്. അതുകൊണ്ട് തന്നെ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ച് നയങ്ങൾ മാറിയിരിക്കും നമ്മൾ മനസ്സിലാക്കുക. എത്രത്തോളം ഈ സർക്കാരിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നയം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് നയമില്ലാത്ത ഒരു കാലത്ത്, ഒരു ആസുരമായ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ സർക്കാർ വാക്കുകൾക്ക് മാത്രമേ നയമുള്ളൂ എന്ന് എന്നും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാരിനെ കൊണ്ട് നമുക്ക് പറയിക്കാൻ സാധിക്കണം, നയമുണ്ടാകണം, പാവപ്പെട്ടവന് വേണ്ടിയുള്ള നയമുണ്ടാകണം, വീട് നഷ്ടപ്പെട്ടവന് വേണ്ടിയുള്ള നയമുണ്ടാകണമെന്ന്. പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും ഒളിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിന്റെ മുന്നിൽ നിന്ന് നമ്മൾ വിഴുങ്ങിയ അവസരത്തിലാണ് നമ്മളൊക്കെ പല കണ്ണു തുറന്നത് എന്നത് ഒരു ദുഃഖകരമായ സത്യവുമാണ്. അതേസമയം നമ്മളെയൊക്കെ വിഴുങ്ങിയ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ പുറകെയുണ്ട്. എന്നാൽ ഒരു സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ നെല്ലുംപോട് വികാരിയായിരുന്നു. ആ സമയത്താണ് വിഴിഞ്ഞത്തിന്റെ ആദ്യത്തെ പോർട്ടിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾക്ക് വന്നത്. അന്ന് ആ ഏരിയ മുഴുവൻ കൊണ്ട് മഞ്ഞക്കല്ലിട്ട്, ഇന്ന് കേരളയിൽ കയറിയിട്ട ആ മഞ്ഞക്കുറ്റി പോലെ തന്നെ കാഞ്ചനകുളം പഞ്ചായത്തിന് പലയിടത്തും കൊണ്ട് മഞ്ഞക്കുറ്റി ഇട്ടു. അത് അന്നത്തെ പോർട്ടിന്റെ ഒരു കണക്കൂടലനുസരിച്ച് അവിടെ മുഴുവനും കണ്ടെയ്നർ ഗോഡൌണുകളാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിന്റെ ബലത്തിലായിരുന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയപ്പെട്ടതായിരിക്കുന്നത് അദാനിക്ക് ഈ ഒറ്റ ബിസിനസ് കൊണ്ട് ലാഭം ഉണ്ടാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ കണക്ക് അവതരിപ്പിച്ചതാണ്. അയാൾ ഇനി എന്തൊക്കെ ഗൂഢാലോചനയാണ് ഈ തിരുവനന്തപുരത്ത് ഈ ദേശത്തിന് വേണ്ടി മനസ്സിൽ കണ്ടിട്ടുള്ളത് നമുക്കൊന്നും അറിയില്ല. അയാളെ കൂടെ നിൽക്കാൻ നമുക്കറിയാം. നർമ്മദ ബച്ചാവ് ആന്തോളൻ എന്ന് പറഞ്ഞിട്ടും പല തരത്തിലുള്ള സമരങ്ങൾ നടന്നപ്പോൾ സർക്കാരിന്റെ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം നേടിത്തരാനായി നമ്മൾക്ക് വേണ്ടി എല്ലാം എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു പൈതൃകത്തിന്റെ പിൻപുറ പറ്റിക്കൊണ്ട് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പല സർക്കാരുകളും വഴിവിട്ട പല നിയമങ്ങളും പാസ്സാക്കിയിട്ട് പലതരത്തിലുള്ള ആദിവാസി സംസ്കാരങ്ങൾ മുക്കിക്കൊല്ലാനായിട്ടൊക്കെ തീരുമാനം എടുത്തതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഈ തീരുമാനം എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പലതരത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ നാശത്തിനെതിരെയുള്ള ഈ ശബ്ദം അത് വിജയത്തിലെത്തിക്കുന്നവരെ നമുക്ക് ഉയർത്തേണ്ടിയിരിക്കുന്നു. ഈ ഒരു സർക്കാരിന്റെ, നമുക്ക് കേരള സർക്കാരിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമെന്ന് നമുക്കറിയാം. ഈ ഒരു സർക്കാരിന്റെ ഭീഷണി നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു ഫോട്ടോ ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളെ സന്ദർശിക്കാൻ വന്നു. മാവേലി പുഴ വന്നെന്നാണ് പറയുന്നത്. വന്ന് 1 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇനി ആരെയൊക്കെ കൊന്നിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോണെന്ന് എനിക്കറിയില്ല. 1 ലക്ഷം കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിട്ട് പോയിട്ട്. എല്ലാം കളർഫുള്ളാണ്. വന്ന് അദ്ദേഹം വളരെ മനോഹരമായിരുന്നു. അദ്ദേഹം കരങ്ങൾ കൈയേക്കലാക്കി ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖത്ത് തോയിക്കൊണ്ട് യാചന നിൽക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു. ഇരട്ടച്ചക്കന്റെ പടമാണ്. വന്നപ്പോഴും പോയപ്പോഴും കരങ്ങൾ കൂപ്പി ഇതിന്റെ വിമാനത്തിന്റെ പടിവരെ കൊണ്ടെത്തിച്ചിട്ടാണ്. അതിനി വരാൻ വേണ്ടിയാണോ അടുത്ത തകർപ്പിന്, അതോ ഇനി പോയത് നാശം വിതച്ചിട്ട് പൊയ്ക്കോ എന്ന് പറയാൻ എന്തിനാണെന്ന് അറിയില്ല. പക്ഷെ ആ മുഖത്ത് കണ്ട വിനയഭാവമുണ്ട്, വിധേയത്വ ഭാവമുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ മുഖത്ത് നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ആ മുഖത്ത് വരുന്നൊരു പുച്ഛഭാവമുണ്ട്. നിയമസഭയിൽ ഈ വിഴിഞ്ഞം പ്രശ്നത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന് മുഖത്ത് വരുന്നൊരു ഭാവമുണ്ട്. ഇവനൊക്കെ എന്തോ ആയിക്കോ, ഞങ്ങൾക്ക് എനിക്ക് ഒന്നുമില്ല എന്നൊരു ഭാവം. നയം മാറ്റത്തിന്റെ ആ പുച്ഛഭാവത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നമ്മോട് സംസാരിക്കുക. അത് മാറ്റി നരേന്ദ്രമോദിയുടെ കൈ പിടിച്ചതുപോലെ വിനയഭാവത്തിലേക്ക് ആ മുഖഭാവം മാറണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, പൊതുസമൂഹം പലതുമൊക്കെ പറയുന്നുണ്ട്. കാരണം പൊതുസമൂഹത്തിന് സത്യത്തിന്റെ ചില വംശങ്ങൾ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അവർ ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഞാൻ സുസഭാഗ്യ പിതാവിന്റെ പ്രസംഗത്തിന്റെ 2-3 വാക്യങ്ങൾ അതിനകത്ത് സൂചിപ്പിച്ചു വന്നിട്ട് കാര്യങ്ങളുണ്ട്. തിരുവനന്തപുരം രൂപത മാത്രമല്ല, നെയ്യാറ്റിൻകര രൂപതയും ഈ ഒരു പദ്ധതിയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
പക്ഷെ നമ്മൾ ഭയപ്പെട്ടു. നമ്മളെ വിഴുങ്ങിയ ഒരു മാധ്യമ പടയുടെ ഉണ്ടായിരുന്നു. നമുക്കെതിരെ തൂലിക ചലിപ്പിച്ച ഒത്തിരി പേരുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് മൗനമാണ്. ഇന്ന് അവര് ഭയപ്പാടിലാണ്. കാരണം അവർ തൂലിക ചലിപ്പിച്ചാൽ പിറ്റേ ദിവസം അവരുടെ പത്രക്കെട്ടുകൾ പലയിടത്തും കിടന്ന് കത്തുന്നവർക്ക് കാണേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഭയന്നിരിക്കുന്നവരെ ഭയം മാറ്റാനുള്ള ഒരു ചുമതല കൂടി നമുക്കുണ്ട്. സത്യം അവരുടെ മുന്നിൽ നമുക്ക് വിളമ്പുമ്പോൾ അത് കൃത്യമായി തന്നെ ഏറ്റെടുത്ത് അത് നമുക്ക് വേണ്ടി ഉറക്കെ പറയാനും ഈ ഇങ്ങനെയുള്ള മൗനം ഇപ്പോഴും മുദ്രയാക്കി വെച്ചിരിക്കുന്ന പലരുടെയും നാവുകൾ അഴിയേണ്ടതും അത്യാവശ്യമായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പഠനം ഒരു വലിയ കാര്യമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള പഠനം KRCCയുടെ കമ്പനി നടത്തിയപ്പോൾ ഒത്തിരിയധികം ആയിരക്കണക്കിന് ആൾക്കാരാണ് അത് മനസ്സിലാക്കിയത്. എന്താണ് ഈ വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതയെന്ന് ഇതുവരെ മനസ്സിലാക്കാത്തവർ പോലും ഇപ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ ഭീകരത മനസ്സിലാക്കിയത് എന്നാണ് പറയുക. തിരുവനന്തപുരം രൂപതക്കാരെ നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും ഇടയലേഖനത്തിലൂടെ അമിത പിതാക്കന്മാർ കൃത്യമായി ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരെ ഈ ഒരു അഭിപ്രായത്തിലേക്ക് കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സമരത്തിന് ധാർമ്മികതയുടെ അടിത്തറയുണ്ട്. മഹാത്മാഗാന്ധിയുടെ ആ ഒരു ധാർമ്മികതയുടെ അടിത്തറയുണ്ട്. നയം മാറ്റാത്ത ഒരു രൂപതയുടെ ചങ്കുറപ്പ് ഈ ഒരു സമരത്തിന് പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നയം മാറ്റുന്ന സർക്കാരിനെ കൊണ്ട് അവരുടെ പഴയ ആ ഒരു നയത്തിലേക്ക്, തൊഴിലാളിക്ക് അനുകൂലമായ, പാവപ്പെട്ടവർ അനുകൂലമായ ആ നയത്തിലേക്ക് തിരിച്ചു പോകാനുള്ള താക്കീതായിട്ട് തന്നെ അത് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്ത് മുട്ടുകുത്തിക്കുന്നത് വരെ നമുക്ക് ഉറച്ചു നിൽക്കാം. നമ്മൾ നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ദൈവത്തിന്റെ ഒരു പദ്ധതി തന്നെയാണിത്. സർക്കാരിന്റെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള മണ്ണ് നമുക്ക് തന്നെ സ്വന്തമാക്കാം. ആ ഒരു ഉറപ്പോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.